ഹായ് ഫ്രണ്ട്സ്, ഇയാസ് ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിൻ ഡീകാർബണൈസിങ് എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് എന്താണ് ഡീകാർബണൈസിങ് എന്നുള്ളത് നോക്കാം. എൻജിൻ ഡീകാർബണൈസിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എൻജിൻ്റെ അകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ്സിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻജിൻ ഡീകാർബണൈസിങ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ എൻജിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്നത്? നമ്മുടെ സാധാരണ എൻജിൻ്റെ ഉള്ളിൽ ഇന്ധനം കത്തുമ്പോൾ അതിനകത്ത് കാർബൺ ധാരാളമായിട്ട് പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കരിയാണ് നമ്മളുടെ എൻജിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഇന്ധനം കത്തുന്നതല്ലാതെ വേറൊരു രീതിയിലുള്ള കരി വരുന്നുണ്ട്. അത് എൻജിൻ ഓയിലിൽ നിന്ന് വരുന്നതാണ്. എൻജിൻ ഓയിലിൻ്റെ തന്നെ നമ്മൾ സാധാരണയായിട്ട് സ്ലഡ്ജ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലഡ്ജിൻ്റെ ഡെപ്പോസിറ്റ് നമ്മളുടെ എൻജിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്ത് കളയുന്നതിന് സ്ലഡ്ജ് ക്ലീനിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു എൻജിൻ്റെ പെർഫോമൻസ് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡീകാർബണൈസിങ് സാധാരണ ഡീസൽ എൻജിൻസിലാണ് നമ്മൾ ചെയ്യാറ്. പെട്രോൾ വണ്ടികളിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് വരാറുണ്ട്, പക്ഷേ അത് ഡീസൽ എൻജിൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുലവും കുറവാണ്. ഡീസൽ എൻജിൻസിലാണ് കൂടുതലും നമ്മൾ എൻജിൻ ഡീകാർബണൈസിങ് ചെയ്യാറ്. അപ്പോൾ ഡീസൽ എൻജിൻസിൽ ഡീകാർബണൈസിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ പെർഫോമൻസ്. നമ്മൾ എൻജിൻ്റെ പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻജിൻ്റെ പവർ, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പവർ, അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാർബൺ ഡെപ്പോസിറ്റ്സ് കൂടുതലാകുമ്പോൾ കുറയും. അപ്പോൾ അത് ഡീസൽ എൻജിൻസിൽ കൂടുതൽ കാർബൺ ഉള്ളതുകൊണ്ട് നമ്മളത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒരു പീരീഡിൽ നമ്മൾ കൃത്യമായിട്ട് എൻജിൻ ഡീകാർബണൈസിങ് ചെയ്യണം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കാർബൺ ഡെപ്പോസിറ്റ്സിനെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻജിൻ്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് കാർബൺ ഡെപ്പോസിറ്റ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ എൻജിൻ ഡീകാർബണൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ഒരു ഡീസൽ എൻജിൻ്റെ ഏറ്റവും കൂടുതൽ കരി കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൽ EGR വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവുണ്ട്, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് EGRൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ EGRൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ EGR ക്ലീനിങ്ങിൻ്റെ വീഡിയോയും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം നോക്സ്, നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞ വിഷവാതകത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. അപ്പോൾ ഈ EGR വാൽവിനകത്ത് ഓട്ടോമാറ്റിക്കലി കത്തിപ്പോകുന്ന പുകയാണ് വീണ്ടും തിരിച്ച് എൻജിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കത്തിപ്പോകുന്ന വാതകത്തിൻ്റെ ഉള്ളിൽ കാർബൺ ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡെപ്പോസിറ്റ്സ് എല്ലാം നമ്മളുടെ EGR വാൽവിൻ്റെ ഉള്ളിൽ വന്ന് അടിഞ്ഞുകൂടി അതുവഴി ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് വന്ന് അതിൻ്റെ ഉള്ളിലും അടിഞ്ഞുകൂടി ഇൻടേക്ക് മാനിഫോൾഡിൽ ഒരു പരിധിയിൽ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ്സ് ആയി കഴിഞ്ഞാൽ അത് എൻജിൻ്റെ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ കയറി ആ മാനിഫോൾഡിനകത്ത് നിന്ന് വാൽവ്സിലും വാൽവിൻ്റെ പുറകിലും സീറ്റിലും എല്ലാം കയറി അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കൂടുതൽ EGR വാൽവ് ഒരു 80,000 കിലോമീറ്റർ 90,000 കിലോമീറ്റർ കഴിയുമ്പോൾ EGR വാൽവിൽ ഈ കാർബൺ ഡെപ്പോസിറ്റ്സ് കൂടിയിട്ട് വാൽവ് സ്റ്റക്കായി കഴിയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് കംപ്ലയിൻറ്റ് കിട്ടാറുള്ളത് ബ്ലാക്ക് സ്മോക്ക്, കൂടുതൽ കറുത്ത പുകയായിരിക്കും വണ്ടിയിൽ നിന്ന് വരിക. അപ്പോൾ ഈ കറുത്ത പുക വരുന്ന കാരണം നമുക്ക് അപ്പോൾ മനസ്സിലാവും ഡീകാർബണൈസ് ചെയ്യണം, അല്ലെങ്കിൽ എൻജിൻ്റെ EGR വാൽവ് അഴിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ടെക്നീഷ്യൻസിനെ മെക്കാനിക്കിനെ കാണിക്കുമ്പോൾ അവർ പറയും ഇതിനകത്ത് EGR വാൽവ് ബ്ലോക്ക് ആയിട്ടുണ്ട്, അതഴിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറയും. അപ്പോൾ അതിൻ്റെ ആവശ്യകത കൃത്യമായ സമയങ്ങളിൽ നമ്മളത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ആവും, എൻജിൻ്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് പീരിയോഡിസിറ്റി എത്ര കിലോമീറ്ററിലാണ് ക്ലീൻ ചെയ്യേണ്ടത്? 30,000 കിലോമീറ്റർ കൂടുമ്പോൾ ഡീസൽ വാഹനങ്ങളിൽ നമ്മൾ EGR വാൽവ് ക്ലീനിങ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു കാർബൺ അടിഞ്ഞുകൂടുന്ന ഒരു ഏരിയ ഇതാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിൽ സ്ഫോടനം നടക്കുന്ന സമയത്ത് ആ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ കരിയും ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും എനർജിയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മുടെ സിലിണ്ടറിൻ്റെ തൊട്ട് മുകളിൽ വാൽവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വാൽവിൻ്റെ അവിടെയൊക്കെ കാർബൺ ഡെപ്പോസിറ്റ്സ് കുറച്ച് വരും. പിന്നെ വരുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കാണ്. എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളത് ഡീസൽ വാഹനങ്ങളിൽ ഇപ്പോൾ BS6 വാഹനങ്ങളിൽ പുതിയതായിട്ട് DPF എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ. അതായത് കത്തി പുറത്തേക്ക് പോകുന്ന കാർബൺ പാർട്ടിക്കിൾസ്, സൂട്ട് പാർട്ടിക്കിൾസ്, ഈ കാർബൺ പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് വിടാതെ അന്തരീക്ഷത്തിലേക്ക് വിടാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ തടഞ്ഞു വെച്ച് ഒരു ഫിൽറ്റർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തടഞ്ഞു വെച്ച് അതിനെ കുറച്ച് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് എയറിനെ വിടുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്യാൻ വെക്കുന്ന ഫിൽറ്റർ നമുക്കറിയാൻ പറ്റും, കുറേ ആകുമ്പോൾ ഈ ഫിൽറ്റർ ബ്ലോക്ക് ആവും അല്ലേ.
അങ്ങനെ ഫിൽറ്റർ ബ്ലോക്ക് ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ പറ്റും, പുതിയ വാഹനങ്ങളിൽ അതിനുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും, DPF റീജനറേഷൻ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ കാണിക്കും. ആ ലൈറ്റ് കത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ DPF ബ്ലോക്ക് ആയിട്ടുണ്ട്, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്ററിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, അത് അഴിച്ചെടുത്തിട്ട് മാനുവലി നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുള്ള കെമിക്കൽസ്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യണം. ആ കെമിക്കൽസ് യൂസ് ചെയ്ത് നമുക്ക് അത് ക്ലീൻ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഓൺ ബോർഡ് ക്ലീനിങ് ഉണ്ട്. ഓൺ ബോർഡ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിന് സ്പെഷ്യലൈസ്ഡ് ടൂൾസും എക്യുപ്മെൻറ്റ്സും മെഷീൻസും യൂസ് ചെയ്ത് അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ലിക്വിഡും യൂസ് ചെയ്ത് നമുക്ക് വാഹനത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ DPF ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് DPF ക്ലീനിങ്ങിൻ്റെ, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ക്ലീനിങ് നമ്മളുടെ മെഴ്സിഡസിൽ ചെയ്തതാണ്. ഡീകാർബണൈസേഷൻ സാധാരണ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് ഡീകാർബണൈസേഷൻ ചെയ്യാം. 2, മാനുവലി നമ്മൾ മെക്കാനിക്സ് അത് അഴിച്ച് ഡീകാർബണൈസ് ചെയ്യും. അപ്പോൾ മെഷീൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതി, 2 ഗുണമുണ്ട് മെഷീൻ യൂസ് ചെയ്യുന്നതിന്. മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, ഒരുപാട് കാശ് കയ്യിൽ നിന്ന് പോകില്ല. ഒരു 3500 രൂപ 4000 രൂപ റേഞ്ചിൽ നമുക്ക് ഡീകാർബണൈസിങ് തീരും. പക്ഷേ ആ ഏരിയ ഓഫ് എഫക്റ്റീവ്, എവിടേക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഡീകാർബണൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീൻ യൂസ് ചെയ്ത്? മെഷീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ് ത്രൂ ആയിരിക്കും നമ്മൾ അതിനകത്ത് സ്പ്രേ യൂസ് ചെയ്യുക. ഇൻടേക്ക് മാനിഫോൾഡിലാണ് നമ്മൾ സ്പ്രേ കൊടുക്കുക. അപ്പോൾ അതിൽ എയറോസോൾ സ്പ്രേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ അതിന് സ്പെഷ്യലൈസ്ഡ് ലിക്വിഡ്സ് യൂസ് ചെയ്ത് അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പല രീതിയിലുള്ള ഡീകാർബണൈസിങ് മെത്തേഡ്സ് ആണ് നമ്മളുടെ വാഹനങ്ങളിൽ സാധാരണ മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, ഇൻടേക്ക് മാനിഫോൾഡിലുള്ള കരിയും കാര്യങ്ങളും പോവും, നമ്മളുടെ വാൽവുകളുടെ പുറകിലുള്ള കരി എല്ലാം പോയി കിട്ടും, സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള കരിയെല്ലാം പോയി കിട്ടും. അതുപോലെ എക്സോസ്റ്റ് സ്ട്രീമിലുള്ള കുറച്ച്, അത് പൂർണ്ണമായിട്ട് പോകുന്ന ഉറപ്പില്ല, കുറച്ച് എക്സോസ്റ്റ് സ്ട്രീമിലുള്ള കരിയും പോയി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഏരിയയിലുള്ള കരിയെല്ലാം നമുക്ക് കാർബൺ ഡെപ്പോസിറ്റ്സ് എല്ലാം പോയി കിട്ടും. അപ്പോൾ അത് ഡീകാർബണൈസിങ് ആ ഏരിയയിൽ കൂടി, അതായത് എയർ കടന്നു പോകുന്ന മെയിൻ സ്ട്രീമിലൂടെ മാത്രമുള്ള, അതായത് ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, എഞ്ചിൻ സിലിണ്ടർ, ഈ പറഞ്ഞ ഏരിയയിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സ് എല്ലാം ഒരു പരിധി വരെ നമുക്ക് കളയാൻ സാധിക്കും. പക്ഷേ ഇനി അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് വാഹനം നമുക്ക് റെഡിയായി കൈ കിട്ടും. വേറെ കോമ്പണൻസ് ഒന്നും അഴിക്കേണ്ട, നമ്മൾ ഓൺ ബോർഡാണ് ചെയ്യുന്നത്, മെഷീൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ വിലയും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ, മാനുവലി നമ്മളൊരു വാഹനം ഡീകാർബണൈസ് ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ക്ലീൻ ചെയ്യണം, എന്തെല്ലാമാണ് നോക്കേണ്ടത്. അപ്പോൾ മാനുവലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്, അതിനകത്ത് മെയിനായിട്ട് ഡീസൽ എഞ്ചിനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EGR എന്ന് പറഞ്ഞ വാൽവാണ് ഏറ്റവും കുഴപ്പക്കാരൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല, EGR വാൽവാണ് പ്രശ്നം. അപ്പോൾ EGR വാൽവ് നമ്മൾ ക്ലീൻ ചെയ്യാതെ എന്ത് ഡീകാർബണൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ EGR വാൽവ് നമ്മൾ അത് ടെക്നിക്കലി അറിയാവുന്ന പേഴ്സൺ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ്റെ പെർഫോമൻസ്, നിങ്ങൾക്ക് ലിറ്ററലി നിങ്ങൾക്ക് എന്താണോ അത് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസ് എന്തായിരുന്നോ ആ പെർഫോമൻസിലേക്ക് നിങ്ങളുടെ വാഹനം തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാനുവലി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഈ പറഞ്ഞ മെഷീൻ യൂസ് ചെയ്ത് ഒരിക്കലും EGR വാൽവ് ക്ലീനിങ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. 2, മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും, നമ്മൾ ആ പാർട്ട് കണ്ട് അതിനകത്ത് എന്തുമാത്രം കരിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതെല്ലാം മാനുവലി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ശകലം പോലും കരിയില്ല എന്നുള്ളത് 100% ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യുക. 3, എക്സോസ്റ്റ് മാനിഫോൾഡ് നമ്മൾ അഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും എൻജിൻ ഓവറോളിങ് ടൈം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻജിന് കാര്യമായ തേയ്മാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഈ പറഞ്ഞ പോലെ ഡീകാർബണൈസ് ചെയ്യാൻ അതിൻ്റെ ഹെഡൊക്കെ അഴിച്ച് ഹെഡ് ഓവറോൾ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഏറ്റവും മിനിമം നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്നത് ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ച് ചെയ്യാം, എക്സോസ്റ്റ് മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യാം, അതുപോലെ EGR വാൽവ് ക്ലീൻ ചെയ്യാം, വാൽവ് കവർ, നമ്മളുടെ എൻജിൻ്റെ വാൽവ് കവർ അല്ലെങ്കിൽ ടാപ്പറ്റ് കവർ അഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സ്ലഡ്ജ് ബിൽഡപ്പും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യാം. സ്ലഡ്ജ് ക്ലീൻ ചെയ്ത് അതിൻ്റെ വാൽവിൻ്റെ സീറ്റിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം, വാൽവിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീകാർബണൈസിങ് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്തില്ല, വാൽവിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്തില്ല, ഗ്യാപ്പ് സീറ്റിംഗ് കറക്റ്റ് ആണോ നോക്കിയില്ല, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഡീകാർബണൈസിങ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ പറഞ്ഞ വാൽവിൻ്റെ സീറ്റിങ്ങും അതുപോലെ തന്നെ വാൽവിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങൾ, ടാപ്പറ്റിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതും ഡീകാർബണൈസിങ് ചെയ്യുമ്പോൾ നമ്മൾ
ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മാനുവലിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അതുപോലെ തന്നെ ടൈം എടുക്കും. മിനിമം 1 day ആണ് നമുക്ക് ഡീകാർബണൈസിങ് മാനുവലി ചെയ്യണമെങ്കിൽ എടുക്കുക. രാവിലെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വൈകുന്നേരത്തേക്കാണ് തീർക്കുക. പിന്നെ അതിന് ജോബ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അല്ലെങ്കിൽ ഒരു നൂൺ ആകുമ്പോഴത്തേനും 1.5 ദിവസത്തെ വർക്കാണ് സാധാരണ ഒരു വാഹനത്തിൽ എൻജിൻ ഡീകാർബണൈസിങ് മാനുവലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീകാർബണൈസിങ്ങിൽ ശ്രദ്ധിക്കണം. പിന്നീട് ഈ ഡീകാർബണൈസിങ് എല്ലാ വാഹനങ്ങളിലും എത്ര കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്യുക? ഡീസൽ എൻജിൻ സാധാരണ ഒരു 80,000, 90,000, 1,00,000, 1,50,000 ഒക്കെ കഴിയുന്ന സമയത്ത് എൻജിൻ്റെ ഒരു പെർഫോമൻസും ഇല്ല, തീരെ മോശമായി എന്നുള്ള അവസ്ഥയിലാണ് ആൾക്കാർ ചിലപ്പോൾ വരിക. ആ സമയത്ത് നമ്മൾ മെഷീൻ യൂസ് ചെയ്ത് ഡീകാർബണൈസ് ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ ആ എൻജിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു അത്രയും പോലും പിന്നെ കിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഒരു പ്രത്യേക സീറ്റിങ്ങിലായിരിക്കും സിലിണ്ടറും അതിൻ്റെ പിസ്റ്റൺ റിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്ത് ഡീകാർബണൈസ് ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാ സിലിണ്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സും എടുത്ത് കളയും. അതുപോലെ വാൽവിൻ്റെ സീറ്റിങ്ങിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സ് കത്തിച്ച് കളയും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ സീറ്റിംഗ് ഉണ്ടാവും. ആ കംപ്രഷൻ ടൈറ്റായിട്ടിരുന്നത് എന്ത് ചെയ്യും? ലീക്കായി തുടങ്ങും. അങ്ങനെ ലീക്കായി കഴിയുമ്പോൾ നമുക്ക് എൻജിൻ്റെ വലി കുറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻജിൻ പിന്നീട് അഴിച്ച് ഓവർഹോൾ ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ പഴക്കം എത്രയുണ്ട്, എത്ര ഓടിയിട്ടുണ്ട്, അതിനകത്ത് എത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള ഡീകാർബണൈസിങ്ങിന് പോകാവൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ പറഞ്ഞതുപോലെ ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ് മാനിഫോൾഡ്, EGR വാൽവ് മുതലായ കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് നിങ്ങളുടെ എൻജിന് പെർഫോമൻസ് തിരിച്ച് ലഭിക്കും. അപ്പോൾ അത് മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏരിയ അല്ല ക്ലീൻ ആവുന്നത്. ഇൻടേക്ക് മാനിഫോൾഡ് ക്ലീൻ ആവും. അതുപോലെ തന്നെ എൻജിൻ്റെ ഉള്ളിലാണ് ക്ലീൻ ആവുക, വാൽവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാർബൺ മുഴുവൻ കത്തിപ്പോവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ കംപ്രഷനിൽ ഉണ്ടായിരുന്ന എൻജിൻ കംപ്രഷൻ ലീക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പഴക്കമുള്ള വണ്ടികൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മെഷീൻ യൂസ് ചെയ്ത് ഡീകാർബണൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കി ഒരു അറിയാവുന്ന മെക്കാനിക്കിനെ കാണിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക. ഇത് ഏത് ചെയ്യണം എന്നുള്ളത് കൺഫേം ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ കൂടുമ്പോൾ സാധാരണ നമ്മൾ ഡീകാർബണൈസിങ് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാം? ഒരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ, ഡീസൽ വാഹനമാണെങ്കിൽ ഒരു 30,000 കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഡീകാർബണൈസിങ് ചെയ്യുകയാണെങ്കിൽ എൻജിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് നിലനിർത്താൻ സാധിക്കും. അതായത് എല്ലാ 30,000-ലും മെഷീൻ യൂസ് ചെയ്ത് നിങ്ങൾ ഡീകാർബണൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയാവും. എൻജിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്സ് ഒന്നും കാര്യമായ രീതിയിൽ അടിഞ്ഞുകൂടാതെ എൻജിൻ പുതുമയായിട്ട് നിലനിർത്താൻ സാധിക്കും. പക്ഷെ അത് ഒരു പരിധി വരെ നമ്മൾ ഒന്നും ചെയ്യാതെ 1,00,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ്റെ ഉള്ള പെർഫോമൻസും കൂടെ പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡീകാർബണൈസിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ സുധീഷസ് സൈനിങ് ഓഫ്.